ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടി ചർച്ച ചെയ്യാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തുടങ്ങി. 24 അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസിന്റെ നേതൃത്വത്തിലാണ് യോഗം. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, സിൻഡിക്കേറ്റ് യോഗം എന്ത് തീരുമാനം കൈക്കൊള്ളാനാണ് സാധ്യത? സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്? ലക്ഷ്മി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് 24 അംഗങ്ങളുടെ നേതൃത്വത്തിൽ സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചത്. താൽക്കാലിക വിസി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള അഡീഷണൽ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറും ഈ യോഗത്തിലുണ്ട്. ഇവരടക്കം 24 അംഗങ്ങളാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ സിൻഡിക്കേറ്റിൽ ഇടതുപക്ഷ അംഗങ്ങൾക്കാണ് ഭൂരിപക്ഷം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരത്തെ മുൻ വിസി ആയിട്ടുള്ള കേരള സർവകലാശാലയുടെ വിസി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സിൻഡിക്കേറ്റിന് അനുവാദമില്ലാതെയാണ് ഇത്തരത്തിലൊരു നടപടി വിസി സ്വീകരിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നടപടിയെ റദ്ദാക്കാനും അതിനോടൊപ്പം തന്നെ ഈ റദ്ദാക്കിയ നീക്കം ഹൈക്കോടതിയെ അറിയിക്കാനുമായിരിക്കും സിൻഡിക്കേറ്റിന്റെ തീരുമാനം. അതിനോടൊപ്പം തന്നെ 2 BJP സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് സിൻഡിക്കേറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ എതിർപ്പ് രേഖപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കോടതിയിൽ സമർപ്പിക്കേണ്ടതിൽ വൈസ് ചാൻസലറുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സും അറിയിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വൈസ് ചാൻസലറും നിലവിൽ ഒരു സീനിയർ അഭിഭാഷകൻ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ ആയിരിക്കും വൈസ് ചാൻസലർ തന്റെ ഭാഗം ഹൈക്കോടതിയെ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറിന്റെ ഭാഗം അറിയിക്കേണ്ടതുണ്ട്. അദ്ദേഹം എന്തായാലും ഇന്നോ നാളെയോ ആയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ എന്തായാലും ഈ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം പ്രവചിക്കാൻ കഴിയുന്നത് തന്നെയാണ്. രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടുള്ള നടപടി വിസി സ്വീകരിച്ചത് ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്ന് കാണിച്ചുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിക്കൊണ്ടായിരിക്കും സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുക. ആ വിശദീകരണം ഇന്ന് തന്നെ ഹൈക്കോടതിയെ അറിയിക്കാനായിരിക്കും തീരുമാനം. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ സസ്പെൻഷനിലുള്ള രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ പെറ്റീഷനിൽ ഹൈക്കോടതി വിധി പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം സ്വീകരിക്കുക. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.